ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി വെക്കുക, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു വെക്കുക. ഇഷ്ടമാവാണ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നത്തോടെ ഹാഫ് ഇയർ എക്സാം കഴിയാണ്. ഇനി സ്കൂളിൽ പോയിട്ട് വരാം. ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. അച്ഛൻ്റെ അമ്മേൻ്റെയും വീട് നിലമ്പൂരാണ്. ഞങ്ങളിപ്പോൾ മുത്തശ്ശിയെ കാണാൻ വേണ്ടി പോവുകയാണ്. മുത്തശ്ശിക്ക് സുഖമില്ല, അച്ഛൻ്റെ അച്ഛമ്മയാണ്. ഞങ്ങൾ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ട് നിലമ്പൂർ പോയിട്ട്. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലെത്തി. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഞങ്ങളുടെ വീട് വരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. മരം ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു, എന്നാലും ഞങ്ങളപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ വാഴയുടെ കൊല വെട്ടാൻ വേണ്ടിയാണ് പോണത്. കൊല വെട്ടിക്കൊണ്ട് വന്നു. ഇനി ഇത് പടലയാക്കിയിട്ട് ഇവിടുത്തെ അമ്പലത്തേക്കും ബാക്കി നിലമ്പൂർക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അത് കവറിലാക്കിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ്. ഇത് നേദിക്കാനുള്ള പരമാണ്. ഞങ്ങളെല്ലാവരും ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി. ഞാൻ വന്നപ്പോഴേക്കും കാറ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അച്ഛൻ. അമ്മ ഗേറ്റ് അടയ്ക്കുകയാണ്. ഇനി നിലമ്പൂർക്ക് പോവാം നമുക്ക്. ഞങ്ങൾ ടൗൺ ടച്ച് ചെയ്യാതെ നമ്പ്യാങ്കുന്ന് വഴി മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയാണ്. വലിയ വെയിലും ഇല്ല മഴയും ഇല്ല, നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഇന്ന്. അങ്ങനെ ഞങ്ങളിതാ കുന്തിപ്പുഴയിലെത്തി. നമ്മൾ പെരിന്തൽമണ്ണ ടു പാണ്ടിക്കാട് റൂട്ടാണ് പോണത്. മേലാർ ടു പാണ്ടിക്കാട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് വഴി മോശമാണ്. അപ്പോൾ ഞങ്ങൾ ആ റൂട്ടാണ് പോവുക. അപ്പോൾ ഇത് നമ്മുടെ കുന്തിപ്പുഴ ബ്രിഡ്ജാണ്. കുന്തിപ്പുഴയിൽ കുറച്ച് വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ വ്യാഴാഴ്ച എടുത്തതാണ്, പക്ഷേ നിലമ്പൂർ പോയി വന്നിട്ടാണ് ഞങ്ങളിത് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളിത് പെരിന്തൽമണ്ണ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബൈപ്പാസിക്ക് തിരിയാനുള്ള വഴിയാണ്. ഞങ്ങൾ ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. പെരിന്തൽമണ്ണ ബൈപ്പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം തിരക്കൊന്നും ഇങ്ങനെ കാണാറില്ല. പിന്നെ മുനിസിപ്പാലിറ്റിക്കാർ മരങ്ങളൊക്കെ റോഡ് സൈഡിൽ കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളീ പോകുന്ന വഴിക്കാണ് മൗലാന അൽഷിഫ ഹോസ്പിറ്റലൊക്കെ വരുന്നത്. ഞങ്ങൾ ആദ്യം മുത്തശ്ശീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. മുത്തശ്ശി ഇപ്പോൾ ഉള്ളത് ചെറിയ അപ്പച്ചീൻ്റെ വീട്ടിലാണ്. ഞങ്ങളിതാ ബൈപ്പാസിൽ നിന്ന് നിലമ്പൂർ റോഡിന് കയറുകയാണ്. ഇനി നമുക്ക് 1 മണിക്കൂറിന് മേലെ ട്രാവൽ ചെയ്യണം. ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോവുക. മിക്കവാറും എൻ്റെ ഫേവറേറ്റ് സോങ്സാണ് വെക്കാറുള്ളത്. ഞങ്ങളങ്ങനെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനാണ് കാണാറുള്ളത്. ഇപ്പോൾ പെരിന്തൽമണ്ണ വഴി വരുന്നതുകൊണ്ടാണ് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയൊക്കെ ബ്ലോക്ക് ആവുമല്ലോ, അപ്പോൾ ട്രെയിൻ പോണ സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് എനിക്കിഷ്ടം. ഞാൻ ട്രെയിനിലുള്ളവർക്ക് ടാറ്റൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ യാത്ര ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നേരെ പാണ്ടിക്കാടിക്കാണ് എത്തുക. ചെറിയ രീതിയിലൊരു ബ്ലോക്ക് അവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു ബ്യൂട്ടിഫുള്ളായൊരു വീടും നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടൈം മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എനിക്ക്. അങ്ങനെ ഞങ്ങളിതാ പൂന്താനം എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പാടത്തിൻ്റെ നടുവിലൂടെയാണ് പൂന്താനം ഇല്ലത്തേക്കുള്ള വഴിയുള്ളത്. അതേപോലെ
ഓപ്പോസിറ്റ് സൈഡിൽ പൂന്താനത്തിൻ്റെ ക്ഷേത്രവും വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പൂന്താന ക്ഷേത്രം. നമ്മൾ ഒരു ബ്രിഡ്ജും കൂടെ അങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പാണ്ടിക്കാട് ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് നിലമ്പൂർ റോഡിന്. ഇത് നമ്മുടെ കാക്കത്തോട് പാലമാണ്. ഞങ്ങൾ ബ്രിഡ്ജ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അച്ഛനും കൂൾ ബാറിൽ ഇറങ്ങി ഒരു ഐസൊക്കെ വാങ്ങി, കൂടെ ക്യാമ്പേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാംഗോ ബാറാണ് പറഞ്ഞത്, പക്ഷെ തന്നത് പൈനാപ്പിൾ ബാറാണ്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തണുത്തതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ലോങ് പോകുമ്പോൾ ഐസ്ക്രീമോ വാങ്ങാറുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വണ്ടൂർ ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് 1/4 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. വണ്ടൂരിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് തന്നെയാണ് പോകുന്നത് നിലമ്പൂർ റോഡിന്. ഞങ്ങൾക്ക് മണ്ണാർക്കാട് ടു നിലമ്പൂരിന് 2 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട്. ബ്ലോക്ക് വരുമ്പോൾ അതിനും ലേറ്റായിട്ട് എത്തുക. ഞങ്ങൾ അധികം രാത്രിയാണ് പോവാറുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി മഴ പെയ്താലോ എന്ന് എഴുതിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ വടവൂർ എത്തിയിട്ടുണ്ട്. വടവൂരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ അവിടെയാണ്. ലെഫ്റ്റ് പോയാലാണ് ആ ഹോസ്പിറ്റൽ, മഞ്ചേരിയാണ് ലെഫ്റ്റ്. ഹോസ്പിറ്റലിൻ്റെ പേര് ന്യൂ ലൈഫ് ഹോസ്പിറ്റലാണ്. റൈറ്റ് പോയാൽ നിലമ്പൂർ റോഡാണ്. ഞങ്ങൾ റൈറ്റ് റോഡിനാണ് പോകുന്നത്. ബസ് നിർത്തിയാണ് ചെറിയ രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നിലമ്പൂർ റോഡിന് കയറി. ഇനി പാലം കയറിക്കഴിഞ്ഞാൽ കനോലി പ്ലോട്ടാണ്. കനോലിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾ റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കനോലി ഈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. റോഡിന് 2 സൈഡിലും ഫോറസ്റ്റാണ്. പിന്നെ 2 സൈഡിലും കടകളും കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഹോളിഡേയ്സ് ഇവിടെ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവുന്നതാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്കോ ടൂറിസം സെൻറ്റർ ഉണ്ട്. ആ പുഴയ്ക്ക് കുറുവെ തൂക്കുപാലം ഉണ്ട്. ആ തൂക്കുപാലം കയറി നമുക്ക് തേക്കുകളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു വട്ടെങ്കിലും കനോലി കൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കുക. നമുക്കൊരു വേറെ വൈബാണ്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസൊക്കെ ഉണ്ട്. ഇവിടെ തേക്കൊക്കെ മുറിച്ച് കൂട്ടിയിട്ടേക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ നിലമ്പൂർ പാട്ട് നടക്കുന്നത് കനോലിൻ്റെ കുറച്ച് അപ്പുറത്താണ്. ജനുവരി മന്തിലാണ് നിലമ്പൂർ പാട്ട് നടക്കാറുള്ളത്. നിലമ്പൂർക്കാരുടെ ഒരു ഉത്സവം തന്നെയാണ് നിലമ്പൂർ പാട്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ പാട്ടുത്സവത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാവും. പാട്ടുത്സവത്തിൻ്റെ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം കോവിലകം കെട്ടിലാണ്. ഇത് നിലമ്പൂർ ടൗൺ ആണ്. ഞങ്ങൾ ഇതാ ടൗൺ പാസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 1/2 മണിക്കൂറും കൂടെ യാത്ര ചെയ്യണം മുത്തശ്ശീൻ്റെ അടുത്തെത്താൻ. ഇത് നമ്മുടെ തേക്ക് മ്യൂസിയം ആണ്. ഇതും നമ്മൾ റീൽസിലൂടെയും ഷോർട്സിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം ഞാനൊരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാവും. അവിടെ മ്യൂസിയവും ഗാർഡനും പാർക്കൊക്കെ കാണാനുണ്ട്. ഇപ്പം കഴിഞ്ഞത് കരിമ്പൂര് ബ്രിഡ്ജാണ്. ഈ റൈറ്റ് സൈഡിലുള്ളത് KTDC ഹോട്ടലും ആണ് കേട്ടോ. ഇതും നമ്മൾ പോകുമ്പോൾ 2 സൈഡിലും ഫോറസ്റ്റാണ്. നടുക്കൂടെയാണ് റോഡ് വരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപകടങ്ങളുടെ മേഖലയാണ്. നിങ്ങൾ ഈ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. അപകടങ്ങൾ കൂടുതലായതുകൊണ്ട് ഇവിടെ ഹമ്പും കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ചതുപ്പ് നിലമൊക്കെ കാണാൻ പറ്റും. ഇപ്പം കണ്ടത് നേഴ്സറി ആയിരുന്നു. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസും വരുന്നുണ്ട്. ഈ സ്ഥലം പൂച്ചക്കുത്തെന്നാണ് അറിയപ്പെടുന്നത്. രാത്രിയോ വെളുപ്പിനോ ഇവിടെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാൻകൂട്ടത്തിനെ കാണാൻ പറ്റും. ഞങ്ങളും പലതവണ മാൻകൂട്ടത്തെ കണ്ടിട്ടുണ്ട്.
ഈ സ്ഥലം പൂച്ചക്കുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കാരണം വെച്ചാൽ ഇവിടെ ഫുഡ് വേസ്റ്റ് ഇടരുത്, കാരണം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന മേഖലയാണ്. ഇവിടെ വഴിയോര കച്ചവടം നിരോധിച്ച മേഖലയും കൂടിയാണ്. നമ്മളിപ്പോൾ കാണുന്നത് മുട്ടിക്കടവ് കൃഷി ഫാമാണ്. ഇവിടെ ചില സമയത്ത് അവിടെ തന്നെ കൃഷി ചെയ്ത വെജിറ്റബിൾസ് സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്നത് നമുക്ക് കാണാം. ഞങ്ങളപ്പോൾ ഒരു HP പമ്പിൽ കയറിയതാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പച്ചീൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.